friends, welcome back to our channel. അഞ്ചാം ക്ലാസ്സിന്റെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഗണിതമാണ് ഓണം എക്സാം. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കേ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരെ കണ്ടു നോക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കി നോക്കാം. 1. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതിയ ഒരു അഞ്ചക്ക സംഖ്യയാണ് ഏത്? ഒറ്റ, 10, 100, 1000, 10000, 53,427. അങ്ങനെയാണെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് എഴുതാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏത്? അപ്പൊ ഏറ്റവും ചെറുത് കാണാൻ നമ്മൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതുക, പിന്നെ അതിന്റെ വലുത്, പിന്നെ അതിന്റെ വലുത്, പിന്നെ അതിന്റെ വലുത്, അതിന്റെ വലുത്. ഓക്കെ, അപ്പൊ 23,457 ആണ് ഏത്? ഈ സംഖ്യ കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇനി അടുത്തത്, ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയുടെ ഒന്നിന്റെ സ്ഥാനത്ത് ഏതക്ക വരിക? അപ്പൊ ഏറ്റവും വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാ? ഏറ്റവും ചെറുത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലുത് എന്തായിരിക്കും? വലുത് ആദ്യം എഴുതുക. ഓക്കെ, അപ്പൊ ഇതാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നിന്റെ സ്ഥാനത്ത് വരുന്നത് എത്രയാണ്? 2. ഇനി സി ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ഈ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന അഞ്ചക്ക സംഖ്യകളിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന എഴുതുക. അപ്പൊ ഇതും കൂടി ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് ഏറ്റവും ചെറുത്. അപ്പൊ ഇവ തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ സവിശേഷത എന്തായിരിക്കും? അപ്പൊ സവിശേഷത കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ വ്യത്യാസം കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 75,432 മൈനസ് 23,457. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 12 ആക്കി. ഇവിടെ അപ്പൊ എത്ര ആവും? 2 ആവും. ദെൻ ഇവിടെ എത്ര ആവും? ഇവിടെ 3 ആവും. ഇവിടെ 1 ആയി. ഇവിടെ 4 ആവും. ഇവിടെ എത്ര ആയിരിക്കും? 13 ആവും. ഇനി 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 5. ഇതാണെങ്കിൽ എത്ര വരും? 7 വരും. 9. 4ൽ നിന്ന് 3 പോയാ എത്രയാ? 1. 7ൽ 2 പോയാ 5. അപ്പൊ നമുക്ക് കിട്ടിയ എത്ര? ഒറ്റ, 10, 100, 1000, 10000, 51,975. അപ്പൊ ആദ്യത്തെ ചോദ്യം ആദ്യത്തെ ഓപ്ഷൻ എന്താ? 50,000ൽ കൂടുതലാണ്. ആണോ? കൂടുതലാണ്. അപ്പൊ ഇത് ശരിയാണ്. 50,000ൽ കുറവാണ്. അത് തെറ്റാണ്. ഒന്നിന്റെ സ്ഥാനത്ത് 7 ആണ്. ആണോ? അല്ല, അതും തെറ്റാണ്. 60,000നും 70,000നും ഇടയിലാണ്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. 5, 3, 4 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഒരു അഞ്ചക്ക ഇരുവഴി സംഖ്യ എഴുതുക. ഇരുവഴി സംഖ്യ എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ഇരുവഴി സംഖ്യ എന്നറിയണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 131. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് 131 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 131 എന്ന് കിട്ടും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇരുവഴി സംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ 5, 3, 4 നമുക്ക് ഉപയോഗിച്ച് അഞ്ചക്ക ഇരുവഴി സംഖ്യ നമുക്ക് എന്ത് എഴുതാം? 5, 3, 4 എഴുതാം. പിന്നെ എന്താ എഴുതാം? 3, 5. അപ്പൊ ഇങ്ങനെ വായിക്കുമ്പോൾ അത് അഞ്ചക്ക സംഖ്യയാണ്. ഇങ്ങനെ വായിക്കുമ്പോൾ 5, 3, 4, 3, 5. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോഴും 5, 3, 4, 3, 5. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പോൾ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ സംഖ്യകൾ എഴുതാം. പക്ഷെ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരെണ്ണം എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് 1, 2, 3, 0 എന്നീ അക്കങ്ങൾ എല്ലാം ഉപയോഗിച്ച് എഴുതാവുന്ന എല്ലാ 4 അക്ക സംഖ്യകളും എഴുതിയാൽ അവയിൽ 100ന്റെ സ്ഥാനത്ത് 0 വരുന്ന എത്രയുണ്ടാകും? അപ്പൊ ഈ സംഖ്യകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതില് 100ന്റെ സ്ഥാനത്ത് എന്ത് വരണം? 0 വരണം. ഫോർ എക്സാമ്പിൾ 1, 0, 2, 3. ഇതിലിപ്പോ 100ന്റെ സ്ഥാനത്ത് 0 അല്ലേ? അപ്പൊ അങ്ങനെ നമുക്ക്
എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. അപ്പൊ ഇത്, പിന്നെ നമുക്ക് 1 വെച്ചിട്ട് തന്നെ 3, 2 ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഈ 0 ഇവിടെ വരുന്ന രീതിയിൽ 1 വെച്ചിട്ട് സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് എഴുതുക? 2, 0, 1, 3. ഇനി നമുക്ക് 2 വെച്ചിട്ട് എല്ലാതും എഴുതാം. ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി നമ്മൾ ഏത് വെച്ചിട്ടാ? 3 വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഇനി പറ്റുമോ? ഇനി പറ്റില്ല. അപ്പൊ എത്ര സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? 6. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത നോക്കാം. അടുത്ത രണ്ടാമത്തെ പ്രവർത്തനം, ഈ സംഖ്യകൾ നോക്കൂ. അപ്പൊ കുറച്ച് സംഖ്യകൾ വന്നിട്ടുണ്ട്. ഈ സംഖ്യകൾ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിച്ചെഴുതിയാൽ അവസാനം വരുന്ന സംഖ്യ ഏത്? അപ്പൊ വലുതിന്ന് ചെറുതീക്കാണ് എഴുതേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഏതാണ് ഏറ്റവും വലുതെന്ന് കണ്ടുപിടിക്കണം. നോക്കി നോക്കാം. എത്ര സംഖ്യകളുണ്ട്? 1, 2, 3, 4, 5, 6, 7. ഇതിൽ 7 സംഖ്യകളുണ്ട്. ഇതിൽ 1, 2, 3, 4, 5, 6, 7. ഇതിലും 7 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 5, 6. ഇതിൽ 6 എണ്ണേ ഉള്ളൂ. 1, 2, 3, 4, 5, 6. ഇതിലും 6 എണ്ണേ ഉള്ളൂ. അപ്പൊ തന്നിരിക്കുന്നതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? ഇതുമായിരിക്കും. ഇനി ഇതിലെ ഏറ്റവും വലുത് ഏതായിരിക്കും? ആദ്യം 1 വന്നു, ഇവിടെയും 1 ആണ്. രണ്ടാമത്തെ ഇതിൽ 6 ആണ്, ഇതിൽ 5 ആണ്. 6 ആണോ 5 ആണോ വലുത്? 6 ആണ്. അപ്പൊ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടി 1, 6, 3, 2, 4, 8, 2. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 16,32,482. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കിട്ടി. അപ്പൊ അടുത്തത് ഏതായിരിക്കും? ഇത് 7 അക്ക സംഖ്യയാണ്, ഇത് 6 അക്ക സംഖ്യയാണ്. അപ്പൊ എന്തായാലും അടുത്ത സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15,37,821. ഇനി ഇതും 6 അക്ക സംഖ്യയാണ്, ഇതും 6 അക്ക സംഖ്യയാണ്. അപ്പൊ നമുക്ക് ഓരോ സംഖ്യകൾ നോക്കാം. ആദ്യത്തേൽ 3 ആണ്, ഇവിടെ 3 ആണ്. രണ്ടാമത്തെ 5, 5. പിന്നെ മൂന്നാമത്തെ ഡിജിറ്റ് നോക്കൂ. ഇതിലും 0 ആണ്, ഇതിൽ 8 ആണ്. അപ്പൊ ഏതാണ് വലുത്? ഇതാണല്ലേ. ഒറ്റ 10, 100, 1000, 10000, ലക്ഷം. 3,58,212. ലാസ്റ്റ് നമ്പർ എത്ര വരും? 3,50,50,421. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചെഴുതിയാൽ അവസാനം വരുന്ന സംഖ്യ ഏതാണ്? 3,50,50,421. ഓക്കെ അല്ലേ? ഇനി ഇവയിൽ 2 സംഖ്യകളുടെ തുക എത്രയാണ്? ഇതെത്രയാ? ഒറ്റ 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം. 19,82,903 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ എഴുതலாம். അപ്പൊ ഇതില് 2 സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ഈ സംഖ്യ കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതും 16 ലക്ഷം 15 ലക്ഷമാണ്. അപ്പൊ അത് കൂട്ടി എന്തായാലും ഇത് കിട്ടില്ല. ഇത് വെറും 19 ലക്ഷമേ ഉള്ളൂ. ഇത് 16, 15 ഉണ്ട്. എന്തെങ്കിലും 16 ലക്ഷം നമുക്ക് 3 ലക്ഷം കൂടിയിട്ടൊന്ന് കൂട്ടി നോക്കാം. 16,32,482 പ്ലസ് പിന്നെ ഇത് എത്രയാണ്? 3,50,421. 9 പ്ലസ് 2 പ്ലസ് 1 3 ആണ്. 8 പ്ലസ് 2 0. ബാക്കി 1, 4, 4, 8. 8, 3, 9, 2, 8. 16 കഴിഞ്ഞാൽ 17, 18, 19. 19,82,903 ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞ ആ സംഖ്യകൾ ഏതൊക്കെയാണ്? 16,32,482, 3,50,421. ഓക്കെ അല്ലേ? ഇനി ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും വ്യത്യാസം എത്ര? അപ്പൊ ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ച ഏതാണ്? ഏറ്റവും വലിയ സംഖ്യ 16,32,482 ആണ്. അതും പിന്നെ ഏറ്റവും ചെറുത് എത്രയാണ്? 3,50,421. അപ്പൊ ഇതിന്റെ വ്യത്യാസം എത്രയായിരിക്കും? ഇവിടെ 1 കിട്ടി, 8 2 പോയ 6, 0, 2, 13 വരും. ഇവിടെ 5 വരും. 5 കഴിഞ്ഞാൽ 6, 7, 8, 9, 10, 11, 12, 13. എത്രയാണ്? 8 ആണ്. 3 കഴിഞ്ഞാൽ
452 ഇത്ര വരും. ഇത് എത്രയാണ്? കറക്റ്റ് അല്ലേ? 12,00,000 ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം 12,82,661 ആണ് ഏത് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയെ കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അതായത് 16,32,482 കുറിച്ചിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സംഖ്യ 1 മില്യണിനേക്കാൾ കുറവാണ്. 1 മില്യണിനേക്കാൾ കുറവാണ്. അതായത് 1 മില്യൺ എത്രയാണ്? 10 ലക്ഷം. 10,000 അല്ല, 10 ലക്ഷമാണ്. ഒറ്റ 10 100 1000 10000 ലക്ഷം 10 ലക്ഷം. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? 10 ലക്ഷത്തി ഇത് 16 ലക്ഷം അല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. സംഖ്യ 1 മില്യണിനേക്കാൾ കൂടുതലാണ്. 1 മില്യണിനേക്കാൾ കൂടുതലാണോ? ആണ്. അപ്പൊ അത് ശരിയാണ്. സംഖ്യ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണ്. ആണോ? അല്ല. സംഖ്യ എന്താണ്? 5നും 10നും ഇടയിലല്ല, 16 ലക്ഷമാണ്. സംഖ്യ 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ്. ആണോ? ആണ്. 10 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിലാണ് 16 ലക്ഷം വരിക. അപ്പോ 1ഉം 4ഉമാണ് കറക്റ്റ്. സോറി, 1 അല്ല, 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. മൂന്നാമത്തെ ചോദ്യം, 1395 പേന 12 വീതമുള്ള പാക്കറ്റുകളാക്കിയാൽ എത്ര പേന മിച്ചമുണ്ടാവും? അതായത് ഇത്രയും പേന നമ്മൾ 12 ഡിവൈഡ് ചെയ്താൽ ബാക്കി എത്ര മിച്ചമുണ്ടാവും? അതിന് നമ്മൾ എന്ത് ചെയ്യുക? 1395 ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. ഓക്കെ, അപ്പൊ 12 ഒന്നില് കിട്ടും, 19 പിന്നെയും 12 ഒന്നില് കിട്ടും. ദെൻ 9ന്ന് 2 പോയാൽ 9ന്ന് 2 എത്ര? 7 75 75 എത്ര? 72ല് 6 പ്രാവശ്യം കിട്ടും. അപ്പൊ ശിഷ്ടം എത്രയാണ്? 3 ആണ്. സോറി, 3 ആണ്. അപ്പൊ എത്ര പേന മിച്ചുണ്ടാവും? 3 പേന. ഓക്കെ, ഇനി എത്ര പേന ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു പാക്കറ്റിൽ വെക്കാൻ പറ്റുക? 12 പേന ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാം. അതിൽ 3 എണ്ണം ഉണ്ട്. അപ്പൊ ബാക്കി എത്രയാണ്? 12 മൈനസ് 3. 12 മൈനസ് 3 ചെയ്താൽ നമുക്ക് 9. അപ്പൊ 9 പേന കൂടെ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ ഈ പാക്കറ്റിൽ വെക്കാം. ഇനി നെക്സ്റ്റ് 12 ഹരിക്കണം 8ന് തുല്യമായത് എന്ത്? 12 ഹരിക്കണം 8. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? സോറി, 128 ഡിവൈഡ് ബൈ 8 ആണ്. അപ്പൊ ഈ 128നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കിയിട്ട് പറഞ്ഞേ. 128നെ അതൊന്നെങ്കിൽ നമുക്ക് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ 128നെ നമുക്ക് 64 ഇൻറ്റു 2, 8നെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 4 ഇൻറ്റു 2 എന്ന് എഴുതാം. 64 ഇൻറ്റു 2 ചെയ്താൽ 8 12 12 അല്ലേ? 128 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് ഈ രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 64/4 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്, ഈ ക്രമം തുടർന്ന് എഴുതിയാൽ 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്തായിരിക്കും? 0 1 2 3 4 5 6 7 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഇത് നോക്കൂ. അപ്പൊ അതൊന്ന് നോക്കി നോക്ക്. കൂട്ടുകാർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നോക്കി നോക്ക്. ഇതെന്താണ്? 4 8 12 ഒക്കെ എന്താണ്? 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതായത് ഗുണനമാണ്. അപ്പൊ ആദ്യത്തേൽ 0 ആണ്. രണ്ടാമത്തെ എത്രയാണ്? 1 ഇൻറ്റു 4 ചെയ്തപ്പോ നമുക്ക് രണ്ടാമത്തെ കിട്ടി. മൂന്നാമത്തെ കിട്ടാൻ 3 8 3 ഇൻറ്റു 4 അല്ല, പകരം 2 ഇൻറ്റു 4 ആണ് ചെയ്തത്. ദെൻ നാലാമത്തെ കിട്ടാൻ 4 ഇൻറ്റു 4 അല്ല, 4ൽ നിന്ന് 1 കുറച്ചിട്ട് 3 ഇൻറ്റു 4 ആണ്. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ലൈനിലെ ആദ്യത്തേത് എന്തായിരിക്കും? 20ൽ നിന്ന് 1 കുറക്കുക, 19 ഇൻറ്റു 4 ആയിരിക്കും.
ഓക്കെ. അപ്പൊ 19 ഇൻറ്റു 4 ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 76 കിട്ടും. അപ്പൊ ഇങ്ങനെ 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 പോയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സംഖ്യ കിട്ടി 76, പിന്നെ 77, 78, 79. അപ്പൊ ഈ വരിയിലെ 20ാമത്തെ വരിയിലെ അവസാന സംഖ്യ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 79 ആയിരിക്കും. 79 ആണ് ആൻസർ വരിക. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി എന്താണ്? ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചമായി വരുന്ന സംഖ്യകൾ ഏതെല്ലാം? ഏതായിരിക്കും 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം വരുന്നത്? ഏതൊക്കെയായിരിക്കും? 4 വരെയുള്ള എല്ലാ സംഖ്യകളും, അതായത് 0, 1, 2, 3. 4 വരുമോ? ഇല്ല അല്ലെ, 4 വരില്ല. ഇനി 4 കൊണ്ട് ഹരിച്ചാൽ മൂലം മിച്ചം വരുന്ന സംഖ്യകളാണ് 3, 7, 11 എന്നിവ. തുടർന്ന് വരുന്ന 4 സംഖ്യകൾ കൂടി എഴുതൂ. അപ്പൊ ഇനി വരുന്ന 4 സംഖ്യകൾ എഴുതണം. അപ്പൊ 3 പിന്നെ എപ്പോഴാണ് 7 ആയത്? 3 കഴിഞ്ഞാൽ 4, 5, 6, 7. ഇവിടെ വ്യത്യാസം എത്രയാണ്? 4. 3ന്റെ കൂടെ 4 കൂട്ടിയപ്പോ 7 കിട്ടി. 7ന്റെ കൂടെ 4 കൂട്ടിയപ്പോ 11 കിട്ടി. അപ്പൊ 11ന്റെ കൂടെ 4 കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്ക് 15 കിട്ടും. 15ന്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 19 കിട്ടും. 19ന്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് 23 കിട്ടും. 23ന്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് 27 കിട്ടും. ഓക്കെ, അപ്പൊ 4 കൂട്ടി കൂട്ടി പോയാൽ മതി. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ. ഇത് തുടർന്ന് എഴുതിയാൽ 100 അതിൽ 100 ഉണ്ടാകുമോ? എന്തുകൊണ്ട്? അപ്പൊ ഈ സംഖ്യകൾ എഴുതിയാൽ ഇത് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ ഇങ്ങനെ എഴുതി പോയാൽ 100 ഉണ്ടാവുമോ? ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 3 വരുന്ന സംഖ്യകളാണ് ഇതിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ 100നെ നമ്മൾ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മിച്ചം 3 വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ 8, 20, 20, 0 മിച്ചം വരുന്നില്ല. അതുകൊണ്ട് തുടർന്ന് എഴുതിയാൽ 100 ഉണ്ടാകുമോ? ഉണ്ടാകില്ല. കാരണം എന്താ? 100നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ എന്താണ്? മിച്ചം വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് 169നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എഴുതുക. 169നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എഴുതുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് എന്ത്? 21. എന്നിട്ട് നമ്മൾ ഇത് എന്ത് 8ന്റെ മടങ്ങ്, അപ്പൊ നമ്മൾ 21 കിട്ടുക. 21 × 8 കിട്ടും. പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ള മിച്ചം, അതാണ് അതിന്റെ റൂള്. പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ള മിച്ചം 1. അപ്പൊ 21 × 8 + 1. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.